ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് നിവിൻ്റെ നമ്പർ കാണുമ്പോൾ ആദ്യം എടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എടുക്കുകയാണ്. എടുക്കാം എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഹലോ, ഞാൻ നിവിന എന്ന് പറയുമ്പോൾ തന്നെ കാവേരി ചോദിക്കുന്നുണ്ട്, ആഹാ ഏത് ഷാപ്പിലാ? ഒരു കാവേരി പ്ലീസ്, കാവേരി ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെ ഒരു കുടിയനൊന്നും അല്ല എന്ന് പറയട്ടോ. പിന്നെ ഞങ്ങളുടെ വിനീതേട്ടനാണോ കുടിയൻ? ഞങ്ങൾ വിനീതേട്ടനെ കാണാൻ തുടങ്ങിയിട്ടേ കാലം കുറേ ആയിട്ടുണ്ട്. ഞങ്ങളുടെ വിനീതേട്ടൻ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല. കാവേരി അങ്ങനെയൊന്നും ചിന്തിക്കുക കൂടെ വേണ്ട എന്നൊക്കെ പറയുകയാണേ. അന്നേരം കാവേരി പറഞ്ഞു, എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന്, വെറുതെ ഞങ്ങളുടെ വിനീതേട്ടനെ കൂടെ കുടിപ്പിച്ച് നശിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ കാവേരിനോട് നിവിൻ പറയുകയാണേ, കാവേരി അച്ഛൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തുടങ്ങി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാവേരിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങനെ കട്ട് ചെയ്തിട്ട് ബെഡിലേക്ക് വലിച്ചു പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി നിവിൻ ബെഡിലിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ കാവേരി ഹലോ ഹലോ നിവിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നിവിൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അച്ഛൻ്റെ കാര്യം പറയാൻ പോയത്, ഈഗോ കളഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നിവിൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണേ. അപ്പം നിവിൻ ഫോൺ എടുക്കൂട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുകയാണ്, നിവിൻ അച്ഛൻ്റെ കാര്യം എന്താ പറയാൻ പോയത് എന്ന് പറയട്ടോ. കാവേരിയുടെ അച്ഛൻ ഒരു തോട്ടം വാങ്ങിച്ചതായിട്ട് അന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ? കുറിഞ്ഞിക്കാവ്. അത് എത്ര ഏക്കർ ഉണ്ടെന്നോ അറിയോ? 5 ഏക്കർ. കാവേരി അവിടെ പോയിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ഇവിടെ കൊണ്ട് കാണിച്ചെന്നല്ലേ കാവേരി പറഞ്ഞു. അതെ, ആ തോട്ടം ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അതെ, ഇന്നൊരു സംഭവം ഉണ്ടായിന്ന് പറയട്ടോ. അതിന് ശേഷം നിവിൻ നടന്ന സംഭവങ്ങളൊക്കെ പറയാനുണ്ടോ, ജയപാലൻ തോട്ടം കാണിച്ചു കൊടുത്തതൊക്കെ. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് തെളിവ് വേണം, അതുകൊണ്ട് നമുക്കതൊന്ന് പോയി കാണാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വിനീത അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് കാവേരി നിൽക്കുമ്പോൾ ആലുവേരെയും മുല്ലപ്പൂവിൻ്റെ കവർ എങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന വെച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിവിനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കണത് കാണുമ്പോൾ സംസാരിച്ചോ എന്നിട്ട് ശരിയെന്നാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കയറി പോവുകയാണ്. അപ്പോഴേക്കും കാവേരി ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ ഓടി വരികയാണ്. വിനീതേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നേരെ കവറിങ്ങനെ ബാക്കിലേക്ക് നീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിയാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം അവിടെ കാത്തു നിന്നിരുന്നത്. എന്താ വിനീതേട്ടാ ഒരു കള്ളത്തരം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നിവിനല്ല വിനീതാണെന്നുണ്ടെങ്കിൽ ആ കവർ ബാക്കിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ പിന്നിലേക്ക് വെക്കുന്നത്, എന്ത് കയ്യിലെന്താ? അപ്പോൾ ഒരു കൈ കാണിച്ച് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കണേ. കുടിച്ചിട്ടുണ്ടാ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ലില്ല കാവേരി, എന്താ ഇത് എന്ന് ചോദിക്കാൻ കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ട കേട്ടോ കാവേരി എന്ന് പറയട്ടോ. അല്ല, എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടല്ലോ. മുല്ലപ്പൂവിൻ്റെ മണമുള്ള സാധനങ്ങളല്ലേ കുടിച്ചതെന്ന് ചോദിച്ചിട്ടോ. ദേ കാവേരി, എന്തീ പറയുന്നത്? മുല്ലപ്പൂവിൻ്റെ മണമുള്ളതാ, അത് പുറത്തുനിന്ന് വരുന്നതാവും, വല്ല യക്ഷികളും ഇറങ്ങി നടപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടോ. യക്ഷികൾക്ക് മുല്ലപ്പൂവല്ലല്ലോ ഇഷ്ടം, പാലപ്പൂവല്ലേ. ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്ത ഏത് യക്ഷിയാണ് കാവേരി ഉള്ളത്? അപ്പോൾ എന്നും പാലപ്പൂ വലിച്ചു വിടുന്നത്, അപ്പോൾ മുല്ലപ്പൂ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ വെള്ളസാരി ഉടുക്കുന്നവർക്ക് പട്ടുസാരി ഉടുക്കണമെന്ന് ചില യക്ഷികൾക്ക് തോന്നിയാലോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നിവിൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് കേട്ടോ. കാവേരിക്ക് മനസ്സിലാവും. കാവേരി പറയും, മുല്ലപ്പൂവിൻ്റെ മണം അകത്തേക്കാണ് പോയിട്ടുള്ളത് എന്ന് പറയുകയാണെ. അതിനെ ബെഡിൽ കൊണ്ടുവച്ച ശേഷം ഗംഗനെ നോക്കിയിട്ട് കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. കിച്ചണിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കാവേരി ഈ ചിപ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് എന്തൊക്കെയോ കട്ട് തിന്നാണ്. പെട്ടെന്ന് വിനീതിനെ കാണുമ്പോൾ ആകെ ഞെട്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. ഞെട്ടിപ്പോവുകയാണ് പേടിച്ചിട്ട്. വിനീതേട്ടൻ പേടിച്ചത്, ഞാൻ പേടിച്ച പോലെ ആക്ട് ചെയ്തതാ. അതെ, എന്നാലേ ഞാനിതൊക്കെ കട്ട് തിന്നുന്നത് പോലെ ആക്ട് ചെയ്തതാ. വിനീതേട്ടൻ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ മറന്നിക്കിട്ട, ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. അപ്പം വിനീത് പറയും, അതേ ദേ കവളത്തെ പപ്സിൻ്റെ ധൈര്യമൊക്കെ ഇരിക്കുന്നത്, അത് വേണമെങ്കിൽ തുടച്ചു കളഞ്ഞു. അതങ്ങനെയാണ്, പപ്സ് അങ്ങനെയാണ് മനുഷ്യന്മാരെ മുന്നിൽ വെച്ച് തിന്നാൻ പറ്റാത്ത സാധനമാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കേ. അങ്ങനെ പറയാണ് കേട്ടോ. കാവേരി ഇങ്ങനെ അടുത്തിരുന്നിട്ട് പറയാണ്, എന്നാലും വിനീതേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കവറിൽ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കവറിലോ? ഏത് കവർ എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ വിനീത അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ വേഗം തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വേഗം റൂമിൽ ഗംഗയില്ലാണ്ടാവുമ്പോൾ വീണ്ടും ഗംഗയും യമുനൊക്കെ കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കുകയാണേ. ഈ സമയത്ത് ഗംഗയും യമുനയും നിളയും കൂടിയിട്ട് ഒരു ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഗംഗനെ വിനീത് ഇങ്ങനെ നോക്കി നിൽക്കുകയും അതിനുശേഷം വീണ്ടും റൂമിലേക്ക് പോയിട്ട് അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ വിനീത് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവിടേക്ക് മുത്തശ്ശി രാധമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലുവയും മുല്ലപ്പൂവും ഒക്കെ ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. രാധമ്മ വന്ന് നോക്കുമ്പോൾ മുല്ലപ്പൂവും അലുവേ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് രാധമ്മ ഇങ്ങനെ അടുത്തേക്ക് വരികയാണേ.
അപ്പോൾ വിനീത് ഇങ്ങനെ ഉറക്കത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗംഗ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഗംഗ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നു വിനീതിൻ്റെ. അപ്പോൾ വിനീതാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, എനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അലുവൊക്കെ കൊടുക്കാനായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് രാധമ്മ വിനീത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അലുവ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ രാധമ്മ പിന്നെ എനിക്ക് അലുവ നല്ല ഇഷ്ടമാണെന്ന് പറയുകയാണേ. അപ്പോൾ വിനീതിൻ്റെ മനസ്സിൽ ഗംഗയാണ് കേട്ടോ അതൊക്കെ പറയണേന്ന് തോന്നുന്നത്. അപ്പോൾ ഗംഗനെ ഇങ്ങനെ താടി ഇങ്ങനെ പിടിച്ചിട്ട് അലുവ മുല്ലപ്പൂ ആദ്യം എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഗംഗ ആ മുല്ലപ്പൂ കൊടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലുവ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അന്ന് അലുവ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയും. അപ്പോൾ രാധമ്മ ഇങ്ങനെ അലുവ കയ്യിലെടുത്ത് ഇങ്ങോട്ട് പിടിക്കുകയാണ്. ഈ സമയത്ത് സ്വപ്നത്തിലാണെന്നുണ്ടെങ്കിൽ വിനീത് അലുവര പൂത്തി തുറക്കുന്നത് പോലെ അതുപോലെ ഗംഗര വായിൽ വെച്ച് കൊടുക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ശരിക്കും വായിൽ വെച്ച് കൊടുക്കുന്നത് രാധമ്മര വായിലാണ് കേട്ടോ. അപ്പോൾ രാധമ്മനോടല്ല ഗംഗനോട് ചോദിക്കുകയാണ്, ഇനി നിനക്ക് അലുവ വേണം? ആ വേണം, എനിക്കൊരു കഷ്ണം അലുവ കൂടെ വേണം എന്ന് രാധമ്മ പറയുകയാണേ. അതിന് എനിക്കൊരു സമ്മാനം തരണം, എൻ്റെ കൗളത്തെ ഒരു ഉമ്മ തരണം എന്ന് പറയും കേട്ടോ. അതിനെന്താ, നിനക്ക് ഞാൻ എത്ര ഉമ്മ വേണമെങ്കിലും തരാം എന്ന് പറയുകയാണേ. അങ്ങനെ രാധമ്മ വിനീതിൻ്റെ കവളത്ത് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഈ സമയത്ത് ഗംഗ അവിടേക്ക് വന്നിട്ട് ഗംഗ ഇതൊക്കെ കണ്ട് ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാധമ്മ ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിനീത് ചാടി എഴുന്നേൽക്കുകയാണ്. അയ്യോ രാധമ്മയോ എന്ന് ചോദിക്കാണ്ട്, അതേടാ ഞാൻ തന്നെ, എനിക്ക് ഉമ്മ വേണോ? ഇനി ഞാൻ ഉമ്മ തരാമെന്ന് പറയട്ടോ. അയ്യോ രാധമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെയും പോകാനെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ബെഡിൽ നിന്ന് ചാടി ഓടിയിട്ട് ആകെ നാണക്കെട്ടിട്ട് പോവുകയാണ് കേട്ടോ. ഗംഗനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഗംഗയുടെ അടുത്ത് രാധമ്മ എന്ന് പറയണതേ, മുല്ലപ്പൂവും അലുവയും നീ ഭാഗ്യവതിയാ, നിൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ ഇതേപോലെയായിരുന്നു എന്ന് പറയുകയാണേ. അങ്ങനെ ആ ഒരു അലുവ രാധമ്മ എടുത്തും കണ്ട് ഗംഗയുടെ കൈ കൊടുക്കുകയാണ്. ഗംഗ ചിരിച്ചും കൊണ്ട് അത് കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശാരദയും കാവേരിയും കൂടിയിട്ട് ചെടിയൊക്കെ നടുകയാണ്. ചെടി നടുന്ന സമയത്ത് ശാരദ പറയാണ്, അതെ ചാണകം കിട്ടുകയായിരുന്നെങ്കിൽ ചെടിയൊക്കെ പെട്ടെന്ന് വളർന്നേനെ. ചാണകം നമുക്ക് തന്നേന്ന് സുജാതമ്മായി അല്ലേ, ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റൂലല്ലോ. ചാണകവെള്ളത്തിന് പകരം കുറച്ച് ചാണകം അമ്മയുടെ മേത്ത് കൂടെ ഇടുകയാണെങ്കിൽ ഓർത്തു നോക്കി, അന്ന് ജസ്റ്റ് മിസ്സായിരുന്നു ചാണകവെള്ളം ഒഴിച്ചപ്പോൾ. ഇപ്പോഴോ ചിലപ്പോൾ ചാണകമായിരിക്കും ഇടുക എന്ന് പറയുകയാണേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ചാണകം വന്ന് വീണത് പോലെ ആലോചിക്കുമ്പോഴേക്കും വിനീതാണെന്നുണ്ടെങ്കിൽ ആ മുല്ലപ്പൂ കൊണ്ട് പുറത്തേക്ക് കളയാണ്. അപ്പോൾ ശാരദയുടെ മേത്തേക്കാണ് വീണത്. ശാരദ അയ്യോ ചാണകം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അലറി വിളിക്കാണ് കേട്ടോ. വിനീതാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ദൂരെ നിന്നിട്ട് ആകെ നാണം കെട്ട പോലെ നിൽക്കാണ് കേട്ടോ. ദൈവമേ, ശാരദയുടെ മേത്ത് വീണപ്പോൾ വിനീത് ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണേ. അന്നേരം കാവേരിക്കാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവാൻ കേട്ടോ. വിനീതാണ് ആ മുല്ലപ്പൂ കൊണ്ടുവന്നതും വിനീത് എറിഞ്ഞതാണെന്നൊക്കെ കാവേരിക്ക് മനസ്സിലാവാണേ. അപ്പോൾ കാവേരി ഇങ്ങനെ നോക്കുമ്പോൾ വിനീത് അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ കാവേരിനോട് വിനീത് വേണ്ട പറയരുത് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട്, അതെ ഇത് ചിലപ്പോൾ വല്ല യക്ഷികളും ഇട്ടതായിരിക്കും അമ്മേ, പിന്നെ യക്ഷികൾ പാലപ്പൂ വല്ലിടുക എന്ന് പറയും. ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ ഇട്ടതാണെങ്കിലോ എന്ന് പറയട്ടോ. അപ്പോൾ വിനീത് അതിങ്ങനെ തന്നെ പറഞ്ഞിട്ട് വിനീത് മേടിക്കാനുണ്ട്. നിനക്ക് എന്തിനാണ് മുല്ലപ്പൂ? ശാരദ പറയും, അതെനിക്ക് കുറച്ച് അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് ശാരദനോട് പറഞ്ഞിട്ട് ചൂടായിട്ട് വേഗം തന്നെ പോവുകയാണ്. അച്ഛമ്മരെ എടുത്ത് നിൽക്കുമ്പോൾ അച്ഛമ്മരെ എടുത്ത് വരുമ്പോൾ അച്ഛമ്മ നാണത്തോട് കൂടിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിനീതാണെങ്കിൽ പെണ്ണുങ്ങളുള്ള വീട്ടിൽ വന്ന് താമസിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുകയാണ്. എന്താ അമ്മ ഇത് നോക്കിയാണ് കേട്ടോ. അപ്പം ശാരദയല്ല രാധമ്മയും കാവേരിയും കൂടി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. നിങ്ങളെന്താ ചിരിക്കുന്നത്? പിന്നെ ചിരി വന്നാൽ ചിരിക്കാതെ പറ്റുമോ? അല്ല അവൻ എന്നോട് ചൂടായിട്ട് പോയി അമ്മേ എന്ന് പറയുകയാണേ. അപ്പം രാധമ്മ പറയടി, ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ ഞാൻ ഗംഗയുടെയും വിനീതിൻ്റെയും റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ കട്ടിലിൽ നിറച്ച് മുല്ലപ്പൂവും അലുവയൊക്കെ ഇരിക്കുന്നു എന്ന് പറയട്ടോ. ആണോ? അതിന് നോക്കിയാണ്ട്, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതെ നിറച്ച് മുല്ലപ്പൂവും ആ മുല്ലപ്പൂവൊക്കെ ചതഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പം ആണോ സത്യമാണോ അമ്മ പറയും. എന്ന് പറയട്ടോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് പറയട്ടോ. അപ്പം കാവേരി പറയും, അതെ രണ്ടാളെ കണ്ണങ്ങോട്ട് കുത്തി പൊട്ടിച്ചോ, ഇന്നലെ ഗംഗ ചേച്ചി കിടന്നതേ യമുനരെയും നിളരെയും കൂടെയാണ് എന്ന് പറയട്ടോ. ആണോ എന്ന് ചോദിക്കാനിട്ട് ശാരദ. അപ്പോൾ രാധമ്മയ്ക്കും ആ വിഷമം പോലെയാവൂട്ടോ. അതെ നിങ്ങൾ അവരെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, ഇനി നിങ്ങൾ എന്തിനാണ് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നൊക്കെ കാവേരി ചോദിക്കണം. അല്ല അവർ നല്ലപോലെ ജീവിക്കണമെന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മൾ അറിയണ്ടേ എന്ന് ശാരദ ചോദിക്കുകയാണ്. അപ്പോൾ രാധമ്മ അതെ അതൊക്കെ അവർ നോക്കിക്കോളും, നിങ്ങൾ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാവേരി അകത്തേക്ക് പോവുകയാണേ. ആ സമയത്ത് നിവിൻ കാവേരിയുടെ ഫോണിലേക്ക് വിളിക്കാനിട്ട്, കാവേരി റെഡി അല്ലേ എന്ന് ചോദിക്കാനിട്ടോ. റെഡിയാണ്, ഞാൻ കാവേരി വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലുണ്ട്, അവിടേക്ക് കാവേരി വന്നാൽ മതി എന്ന് പറയാനിട്ടോ. അപ്പോൾ കാവേരി ശരി ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വരാം, ഇപ്പം തന്നെ വരാമെന്ന് പറയാനിട്ട്. എന്നിട്ട് കാവേരി വേഗം തന്നെ നിവിൻ്റെ അടുത്തേക്ക് പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് വിനീതും രാധമ്മയും നീളയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഗംഗയാണെന്നുണ്ടെങ്കിൽ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനീതിന് സ്നേഹത്തോടു കൂടിയൊക്കെ വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ രാധമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ നിളയ്ക്കാണെന്നുണ്ടെങ്കിൽ മോരും സാമ്പാറൊക്കെയാണ് ചോറിന്. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അയ്യേ ഇതൊക്കെയാണോ വിളമ്പണത്, ഇതൊക്കെ എന്ത് കറി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആഹാ അതെന്താന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് ചിക്കൻ വേണം, ചിക്കൻ ഇല്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗ പറയും ചിക്കൻ ഇല്ലല്ലോടാ എന്ന് പറയുകയാണേ. അപ്പോൾ എനിക്ക് ചിക്കൻ കറി വേണം എന്ന് പറയാം. അപ്പോൾ വിനീത് പറയും വിനീതേട്ടൻ ഇന്ന് വരുമ്പോഴേ ചിക്കൻ കറി മേടിച്ചിട്ട് തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗ ചേച്ചി പറയും എന്തിനാണ് കറിയൊക്കെ മേടിച്ചത്, വെറുതെ കാശ് കളയുന്നത്, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം വൈകിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നാൽ അങ്ങനെ മതി എന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങൾ പറയും അത് ശരിയാവില്ല, എനിക്ക് ചിക്കൻ കറി വേണം, ചിക്കൻ കറി കൊണ്ടുവരാമെന്ന് പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ വിനീതിനാണെന്നുണ്ടെങ്കിൽ ഗംഗ പറഞ്ഞതിനെതിരായിട്ട് പറയാൻ ഒരു മടി. അപ്പോൾ ലാസ്റ്റ് വിനീത് പറയും ശരി ഇന്ന് ചിക്കൻ കറി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, നാളെ ഗംഗ ചേച്ചി ഉണ്ടാക്കട്ടെ എന്ന് പറയും കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെ എന്താ വേണ്ടത്, എനിക്ക് പൊറോട്ട മതി. അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയും ഫിക്സ്. രാധമ്മയ്ക്ക് ഇഡ്ഡലിയും ചിക്കൻ കറി എന്താ അത് മതിയെന്ന് ചോദിക്കട്ടോ. അത് മതി, ഇവിടുത്തെ ഈ മോരും ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയട്ടോ. അതേ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം എന്തേ ഒരാൾ ചുള്ളിക്കമ്പ് ബാക്കിൽ നിന്ന് പറക്കുന്നുണ്ട്, അയാളെ നിനക്ക് അടി കിട്ടൂട്ടോ എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് കേട്ടോ. അത്രയും ഇന്നത്തെ എപ്പിസോഡിലുള്ളത്.